കമ്പയർ ചെയ്യുന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും അത് 100% ശരിയെന്ന് പറയും. അതിന് കാരണം എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പേര് അനു. ഐ എം എ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച്. കമ്പയർ യുവർ സെൽഫ് ടു ഹൂ യു വെ യെസ്റ്റർഡേ, നോട്ട് ടു ഹൂ സമ്മൺ എൽസ് ഈസ് ടുഡേ. ഒരു ഫേമസ് കനേഡിയൻ സൈക്കോളജിസ്റ്റായ ജോർഡൻ പീറ്റർസൻ്റെ വാക്കുകളാണിത്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത്, എൻ്റെ ജോലി സ്ഥലത്തെ ഫ്രണ്ട് പുതിയ കാറ് വാങ്ങി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പുതിയ വീട് വാങ്ങി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനുള്ളൊരു 100 കാരണങ്ങൾ കിട്ടും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ചുറ്റുമുള്ളവരോടല്ല. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നലകളോടാണ്. നമ്മൾ മത്സരിക്കുന്നതും നമ്മൾ അസൂയപ്പെടേണ്ടതും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതും ഒക്കെ നമ്മുടെ പാസ്റ്റിനെയും ഇന്ന് നമ്മളുടെ അവസ്ഥയും വെച്ചാണ്. ചില ആളുകൾ വളരെ പ്രൗഡായി സംസാരിക്കാറുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഇതുണ്ടായിരുന്നു, എൻ്റെ വളരെ റിച്ചായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാദർ ഇങ്ങനെയൊക്കെ ചെയ്തു. ഒരു ദിവസം നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ 1% ഇമ്പ്രൂവ്മെൻറ്റ് ദാൻ യെസ്റ്റർഡേ ആണെങ്കിൽ നമ്മൾ സക്സസിൻ്റെ പാതയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉറപ്പായും കമ്പയർ ചെയ്യണം. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നലകളോടാണ്. ഇന്നലകളോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രോത്തിൻ്റെ ഏത് പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഉറപ്പായും നമ്മൾക്ക് മനസ്സിലാകും. നമ്മളൊരു മിനിറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണോ നിൽക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ 1 വർഷം മുന്നേ ഉള്ളൊരു ജീവിതം എടുത്ത് നോക്കുമ്പോൾ ആ ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പം ഞാൻ 1% എങ്കിലും ഈ വർഷം ഞാൻ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും സക്സസിൻ്റെ പാതയിൽ തന്നെയാണ്. സോ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ഇന്നലകളോട് കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റായി ജീവിക്കുവാൻ ദൈവം നിങ്ങളിടെ വരുത്തട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എന്നെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. സ്റ്റേ ട്യൂൺഡ്. ബൈ.